മർക്കോസിന്റെ സുവിശേഷത്തിൽ 5-ാമത്തെ അധ്യായം 15 വായിച്ചാൽ മതി. സ്പെഷ്യലായിട്ട് ഈശോ സൗഖ്യപ്പെടുത്തിയതിനു ശേഷം അയാളിൽ സംഭവിച്ച ഒരു കാര്യം ഇതാണ്. പിശാചുബാധിതൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നത് അവർ കണ്ടു. ഇത്രയും കാലം ആ മനുഷ്യനെ കണ്ടതുപോലെയല്ല, ഇപ്പൊ ആളുകൾ വന്ന് നോക്കുമ്പോൾ അവൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ അവിടെ ഇരിക്കുന്നു. ഈശോ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഒരു മാറ്റം, പിശാചുബാധയുള്ള ഒരുത്തൻ പിശാചിനെ ഒഴിവാക്കിയെന്ന് അല്ല, പിശാചുബാധയുള്ള ഒരുത്തൻ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നിന്നവൻ ഒരു മാലാഖയെ പോലെ ഉണരും എന്ന് പറയുക. ഏഞ്ചലിക് അപ്ലിഫ്റ്റ്മെന്റ്, ഒരു മാലാഖമാരുടെ ഗണത്തിലേക്കുള്ള ഉയർച്ച. മർക്കോസിന്റെ സുവിശേഷത്തിൽ തന്നെ 16-ാമത്തെ അധ്യായം എടുക്കണം, അതിന്റെ 5-ാമത്തെ വാക്യാണ്. അവൻ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് ഒരു യുവാവ് വലതുവശത്തിരിക്കുന്നത് കണ്ടു. ആരായിരുന്നു അത്? ദൈവദൂതൻ, അല്ലെ? ഒരു മാലാഖ, ഏഞ്ചൽ. ഇത് 2 വചനങ്ങളും കൂടെ നിങ്ങളൊന്ന് ചേർത്ത് ചിന്തിച്ചേ. ഈ പിശാച് ബാധിച്ച പയ്യൻ എന്താ ചെയ്യണേ? അവൻ വസ്ത്രം ധരിച്ച് അവിടെ ഇരിക്കുന്നത് അവർ കണ്ടു. ഇപ്പുറത്തെ അതേ സിറ്റുവേഷൻ, അതുപോലത്തെ ഒരു സിറ്റുവേഷൻ, കല്ലറയിൽ ഒരാൾ അവിടെ ഇരിക്കുകയാണ്, വസ്ത്രം ധരിച്ച് അവിടെ ഇരിക്കുന്നത് കണ്ടു. ആദ്യം കണ്ടത് പിശാചുബാധ സൗഖ്യപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. രണ്ടാമത് കണ്ടത് മാലാഖയാണ്. എന്ന് വെച്ചാൽ ഈശോ കല്ലറയിൽ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ ഒരാളെ വന്ന് കണ്ടാൽ, അയാൾ എത്ര വലിയ പിശാച്, ഒരു ലീജിയൻ, ഒരു ബറ്റാലിയൻ പിശാച് പിടിച്ചവനാണെങ്കിൽ തന്നെ അവനെ ഈശോ ഉയർത്തുന്നത് ചുമ്മാ ഒരു സൗഖ്യത്തിലേക്കല്ല, ഒരു ഏഞ്ചലിക് അപ്ലിഫ്റ്റ്മെന്റ്, മാലാഖമാരുടെ ഗണത്തിലേക്ക് ഉയർത്തും.